Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് നോക്കിയത് അല്ലെ, ഒരു ക്വസ്റ്റിനെയറിന്റെ മോഡൽ. അപ്പൊ അതില് നമുക്ക് നോക്കിയപ്പോ മനസ്സിലായി അത്യാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അടങ്ങുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു ക്വസ്റ്റിനെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനഫിറ്റ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഇത് നമ്മൾ സർവേ നടത്തുന്നത് കൊണ്ടുള്ള ബെനഫിറ്റുകൾ. അതിന്റെ ബെനഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പ്രയോജനം പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുമുള്ള അതിന്റെ പ്രയോജനം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചായിരുന്നോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിച്ചോ? പാരഗ്രാഫ് ഓർക്കണ ക്ലാസ് ഓക്കെ വായിച്ചു അല്ലെ. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇൻട്രൊഡക്ഷൻ ആണ് അതിന്റെ. നോക്കാം. Patient satisfaction surveys are an important way to scale how the patient feel about their experience with the practice. Contented patients are more probable to suggest to the hospital to others, and they are also less probable to file complaints. Aiming and maintaining high patient satisfaction scores benefit medical organization and the patient in a lot of ways. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, രോഗിയുടെ അനുഭവങ്ങൾ അളക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ. സർവേയിലൂടെ നമുക്ക് അവരുടെ അനുഭവത്തെ വിലയിരുത്താൻ പറ്റും. ദെൻ നമുക്ക് ഓരോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ലഭിക്കും അല്ലെ. അപ്പൊ എന്താണ് പോരായ്മ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിക്കൊടുക്കാനും സാധിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ് എന്ന് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുമുള്ള ബെനിഫിറ്റ്സ് ആണ് നോക്കാം. ഫസ്റ്റ് വൺ, patient loyalty and retention. And the patient loyalty. Loyalty means the loyalty എന്താ? വിശ്വസ്തത അല്ലെ, വിശ്വസ്തത. റിട്ടൻഷൻ മീൻസ് നിലനിർത്തുക. പേഷ്യൻസ് മീൻസ് അവരുടെ വിശ്വസ്തതയും അതുപോലെ തന്നെ രോഗിയെ നിലനിർത്തുക. ഇനി എന്താണ് ആ പോയിന്റിൽ പറയണേന്ന് നോക്കാം കേട്ടോ. Patients have more choice in connection with their health care than ever before. Satisfied patients are more probable to be faithful patients. നോക്കാം. അതായത് പേഷ്യൻസ് ഹാവ് മോർ ചോയ്സസ് അല്ലെ. രോഗികൾക്ക് അവരുടെ ആരോഗ്യരക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മോർ ചോയ്സസ് ഉണ്ടെന്ന്. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാല് നമ്മളുടെ ഇഷ്ടത്തിലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, ആണോ? നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ പോയി കാണാം, നമ്മളുടെ ഇഷ്ടമുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിനുള്ള ചോയ്സ് പേഷ്യൻസിന് ഉണ്ട്. Then satisfied patients are more probable to be faithful patients. സംതൃപ്തരായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും ഒരു ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ് ആയിരിക്കുന്നത്, വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് കേട്ടോ. This not only means that they will schedule the necessary checkup, follow-ups and other required appointment, but they are more probable to keep them. അല്ലെ, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ നെസസറി ചെക്കപ്പുകൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ദെൻ ഫോളോ അപ്പുകൾ ഒരു വട്ടം വന്നു, ദെൻ വീണ്ടും അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സുകളൊക്കെ അവര് അവിടെ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ അതർ അപ്പോയിന്റ്മെന്റ്സ്, മറ്റ് അപ്പോയിന്റ്മെന്റുകളും അവര് എന്ത് ചെയ്യും, അവർ സെയിം ഹോസ്പിറ്റലിൽ തന്നെ എടുക്കും. ഇതുകൊണ്ട് മാത്രമല്ല, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം, അവര് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഒരു പേഷ്യന്റ് വിശ്വസ്തരാകുന്നത് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾക്ക് നല്ലൊരു അനുഭവമാണെങ്കിൽ നമ്മൾ അത് തന്നെയല്ലേ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആണോ? നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി നമുക്ക് നല്ലൊരു അനുഭവമാണ്, നമ്മുടെ ട്രീറ്റ്മെന്റും നമ്മളെല്ലാം ഓക്കെയാണ് അല്ലെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തന്നെ കീപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കൂ, ആണോ? നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറ്? ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾ ആ ഒരു സ്ഥിരം ആ സെയിം ഡോക്ടറെ തന്നെയായിരിക്കും നമ്മൾ കാണാറ് അല്ലെ. അപ്പൊ ഞാനവിടെ പറയുന്നത് മീൻസ് അവരെ കീപ്പ് ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പേഷ്യൻസ് കീപ്പ് ചെയ്യുന്നത്.
Then satisfied patients are also grand ambassadors for the hospital. Underline ചെയ്യാം. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്, അവിടെ പേഷ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അപ്പോ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ. They tell their friends and family about good experience and bad ones with their friends and family. അല്ലേ? സോ അവരെന്തെയും അവരുടെ നല്ല എക്സ്പീരിയൻസും അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ല അനുഭവമാണെങ്കിലും മറിച്ച് മോശം അനുഭവമാണെങ്കിലും നമ്മൾ അത് ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്യില്ലേ? മോശം അനുഭവം ഷെയർ ചെയ്യാതിരിക്കോ? മോശം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കും. എന്തിനാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി, അപ്പോ നാളെ നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കുണ്ടായ അനുഭവം നമ്മളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കും. ഇല്ലേ? കൊടുക്കാറില്ലേ? നോർമലി നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? ആണോ? ഇതൊക്കെ നമുക്ക് നമ്മളുടെ ലൈഫില് എന്താണ് പല ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പേഷ്യന്റ് ലോയാലിറ്റി ആണ് ഒരു കൺസേണിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം, മനസ്സിലാക്കി വായിക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ. വായിച്ചു നോക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്? ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് അതിൽ. സെക്കൻഡ് വൺ നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക. പ്രോഫിറ്റബിലിറ്റി വർദ്ധിച്ച ലാഭം അല്ലെ. ആർക്കാണ് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുക? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനായിരിക്കും ലാഭം ഉണ്ടാവുക? ആർക്കായിരിക്കാം? ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലിനല്ലേ ലാഭം. എങ്ങനെയാ ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടാകുന്നത്? ഫ്രീ സർവീസ് ആണോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഫ്രീ സർവീസ് ആണോ? അല്ലല്ലോ. നമുക്കറിയാം, നമുക്കൊരു ചെറിയൊരു അസുഖമായിട്ട് ചെന്നാൽ പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ബില്ല് വരും അല്ലെ. അപ്പൊ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് നോക്കാം കേട്ടോ. Contented patients eventually lead to increased profit for hospital in many ways. അല്ലെ. കണ്ടന്റഡ് മീൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകള് പല രീതിയിലും അല്ലെ, പലതരത്തിലും ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് നേടിക്കൊടുക്കുന്നു, പല രീതിയിലും നേടിക്കൊടുക്കുന്നു. ഫസ്റ്റ് വൺ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കണ്ടന്റഡ് പേഷ്യൻസ് ഷോ അപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അതായത് അവര് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നത്, ഡോക്ടറെ കാണാനായിട്ട് വരുന്നു. Which means that hospital don't lose money on dead hours during the day. അതായത് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നുണ്ട്, പേഷ്യൻസ് വന്ന് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു. സോ അവിടെ ഡെഡ് അവേഴ്സ് വരുന്നില്ലാണ്. ഡെഡ് അവേഴ്സ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്, ഡെഡ് എന്ന് വെച്ചാൽ എന്താണ്? ചലനമില്ലാത്ത നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഡ്യൂറിംഗ് ഡേയിൽ വരുന്നില്ലാണ്. മീൻസ് അവര് പേഷ്യൻസുകൾ വരുന്നുണ്ട്, അപ്പോയിന്റ്മെന്റുകൾ അവർ എടുക്കുന്നു, പേഷ്യന്റുകൾ വരുന്നു. അതുകൊണ്ട് ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്. അതായത് ഡെഡ് ടൈം ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഡെഡ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പേഷ്യൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, അവർ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. സോ അവിടെ പേഷ്യൻസിന്റെ എണ്ണമുണ്ട്, അവിടെ ഒരു ഡെഡ് ടൈം അല്ല, ഒത്തിരി പേഷ്യൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മീൻസ് ശൂന്യമായിട്ട് കിടക്കണില്ല. ഓക്കെ. Second, they also provide grand reviews and patient satisfaction survey result. അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? They also grand reviews കൊടുക്കുകയാണ്. മീൻസ് വരുന്ന പേഷ്യൻസിന് മറ്റു റിവ്യൂസുകളൊക്കെ പേഷ്യൻസ് കൊടുക്കും അല്ലെ. നല്ല ഹോസ്പിറ്റലാണ്, ഫെസിലിറ്റികൾ ഉണ്ട്, അങ്ങനെയുള്ള റിവ്യൂസ് കാര്യങ്ങളും നൽകുന്നു.
സർവേ റിസൾട്ടുകൾ അല്ലെങ്കിൽ സർവേയുടെ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യും, പബ്ലിഷ് ഒക്കെ ചെയ്യും. അപ്പൊ നമുക്ക് നമുക്ക് പറയാം കുഴപ്പമില്ല, നല്ല ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. That leads to new patient acquisition and improved insurance reimbursement. That leads to അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, പേഷ്യൻസുകൾ വരുന്നു, then that leads to new patient acquisition. അങ്ങനെ പുതിയ പേഷ്യൻസുകൾ വരാൻ തുടങ്ങുന്നു. അതായത് ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂ നോക്കിയിട്ടല്ലേ പരമാവധി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ആണോ? മീൻസ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്നതിന് മുൻപ് അതിന്റെ റിവ്യൂ നോക്കും അല്ലെ. 5 സ്റ്റാർ ആണോ 3 സ്റ്റാർ ആണോ, ദെൻ അത് വാങ്ങിച്ച പിക്ചർ ഒക്കെ ഒന്ന് നോക്കും. ഇതെല്ലാം റിവ്യൂ ചെയ്തിട്ടല്ലേ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ആണോ? അതുപോലെ ഇവിടെയും റിവ്യൂസ്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകളുടെ നോക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ എന്ത് പറ്റും, പുതിയ പേഷ്യൻസുകൾ വരുന്നു. റിവ്യൂ നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഉണ്ട് ആ ഹോസ്പിറ്റലിന് അല്ലെ, എന്നിങ്ങനെയുള്ള റിവ്യൂസ് നോക്കിക്കൊണ്ട് എന്ത് പറ്റും, പുതിയ ആളുകൾ വരുന്നു. ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബർസ്മെന്റ്. റീഇംബർസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ് ലഭിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നത്. പുതിയ പുതിയ അപ്പോയിന്റ്മെന്റുകൾ വരുമ്പോൾ അതൊന്നും അവർക്ക് മീൻസ് ഫീസ് കിട്ടില്ലേ, തിരിച്ചടവ് മീൻസ് ഫീസ് ലഭിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് റീഇംബർസ്മെന്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോഫിറ്റബിൾ കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം, ശ്രദ്ധിക്കുക. കണ്ടന്റഡ് പേഷ്യൻസ് അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ പലതരത്തിലും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് അവരെന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നു. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനാണ് അവിടെ ഡ്യൂറിംഗിൽ ഡെഡ് അവേഴ്സ് ഒന്നുമില്ല, ഫുൾ ടൈം പേഷ്യൻസ് എന്ത് വർക്കിംഗ് ആണ്. സെക്കൻഡ് വൺ പറയുന്നത് അവരുടെ റിവ്യൂസ് കൊടുക്കും, അതുപോലെ തന്നെ സർവേ റിസൾട്ടുകൾ കൊടുക്കും. സോ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പുതിയ പുതിയ പേഷ്യൻസ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നു, അങ്ങനെ അവരുടെ ലാഭം വർദ്ധിക്കുന്നു. ക്ലിയർ ആണോ? അതിന്റെ ഒരു കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങള്. ഓക്കെ, കൺസെപ്റ്റ് ഉണ്ടല്ലോ അതില്ല, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മള് ഓൾറെഡി ചെയ്ത കാര്യങ്ങളല്ലേ, നമ്മളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയാം, എന്നിട്ടൊന്ന് വായിക്കാം കേട്ടോ. ഇനി തേർഡ് വൺ, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. എന്താ സ്റ്റാഫ് മൊറൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊറൈൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. മൊറൈൽ മീൻസ് അവർക്കൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുക. ഓക്കെ, നോക്കാം. ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ does not have to come the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. എന്താണ് പറയുന്നത്? അതായത് ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ അല്ലെ, നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു പേഷ്യന്റ് ഫോക്കസ്ഡ് ആണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ആണോ? അല്ലെങ്കിൽ ആർക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുക ഹോസ്പിറ്റലില്? സ്റ്റാഫിനോ ഡോക്ടേഴ്സിനാണോ പ്രാധാന്യം? ആർക്കാണ് എപ്പോഴും ഹോസ്പിറ്റലില് ആർക്കാണ് പ്രാധാന്യം കൊടുക്കുക? പേഷ്യന്റിനല്ലേ അല്ലേ? പേഷ്യൻസിനാണ്, പേഷ്യന്റ് ഫോക്കസ്ഡ് ആണ് അല്ലെ. അതാണ് നമ്മളുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സംസ്കാരത്തിനെ വെച്ച് നോക്കുമ്പോൾ പേഷ്യൻസിനാണ് നമ്മളൊരു ഹോസ്പിറ്റലിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ, കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ ഇവിടെ പറയുന്നത് how to come cost of employee satisfaction. അവിടെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനേക്കാളും ഉപരി അതിന് കൂടുതലായിട്ട് നമ്മൾ പേഷ്യന്റ് ഫോക്കസ്ഡ് ആണ് നമ്മളുടെ കൾച്ചർ. ഓക്കെ, then in fact taking steps to involve and motivate your staff. സോ അതിനാൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽ സ്റ്റാഫുകളില്ലേ, അവർക്കും ഒരു മോട്ടിവേഷൻ ഒക്കെ വേണ്ടേ? സോ അവരെ എന്ത് ചെയ്യാം, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഡെലിവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ അല്ലെ. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള നല്ലൊരു രോഗി പരിചരണം നൽകുവാൻ വേണ്ടി സ്റ്റാഫുകളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ട്രെയിനിങ്സും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മളെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പെർഫെക്റ്റ് ആയിരിക്കും ഇല്ലേ, ആണോ? എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈമൊക്കെ ആവുമ്പോഴേ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ അമ്മമാര് പാരന്റ്സ് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, എക്സാം ആണ്, നീ പഠിക്കുന്നില്ലേ, പുസ്തകം നടക്കുന്നില്ലേ, ഇനി 2 ദിവസമുള്ള എക്സാമിന് 1 ദിവസമുള്ളൂ. ഇങ്ങനെ ഒരാൾ നമ്മളെ പ്രഷർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ, പറയില്ലേ? പറയുമ്പോ നമ്മള് അപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് പുസ്തകം എടുത്ത് വായിക്കണം അല്ലെ, അതൊരു മോട്ടിവേഷൻ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പൊ നമ്മൾക്ക് അതൊരു ചിന്ത വരും, നമുക്കത് ചെയ്യണം, പഠിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒരു ബെനഫിറ്റ് കിട്ടും. ഒരു നല്ലൊരു പെർഫോമൻസ് മീൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് സ്റ്റാഫിന് അതുപോലെ ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാം, അവരുടെ ഒരു നല്ലൊരു പേഷ്യന്റ് കെയർ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ഇനി ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാന്നാണ്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫ്റ്റൻ ഹൈ സ്ട്രെസ് എൻവിയോൺമെന്റ്, അല്ലെ? ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ്സും ഒരു സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അത്. ഇല്ലേ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില്? ആരുമില്ല. ആരുമില്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര്. ഓക്കെ, ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു തിരക്കേറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ഒരു സ്ഥാപനമാണ് അത്. എപ്പോഴും വർക്കിംഗ് ആണ്, അവിടെ പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സ്റ്റാഫുകള്. ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ഫേമിലും വർക്ക് ചെയ്യുമ്പോഴും നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ വരും. ഇപ്പൊ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും. ഒരു മാസത്തിൽ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണോന്നൊക്കെ ഉണ്ടാകും, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നതാണ് എടുത്തു പറയുന്നത്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആണ്, കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. Training and strengthening the employees make them able to perform their job to the best of their ability and make them feel valued and increase the staff retention. അല്ലേ? സോ ഇങ്ങനെയുള്ളൊരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയതിനാൽ എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് നമുക്ക് അത്യാവശ്യം ട്രെയിനിങ്സും അവരൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പരിപാടികൾ അറേഞ്ച് ചെയ്യാവുന്നത്. സോ അവരുടെ എബിലിറ്റി മേക്ക് ദം ഫീൽ വാല്യൂഡ്, അവരുടെ കഴിവുകൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെ ട്രെയിനിങ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിലുള്ള കഴിവുകളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ, മികച്ച രീതിയിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് അവരുടെ വാല്യൂ, അല്ലെ? അവരുടെ കഴിവുകളെ ഒരു വിലമതിക്കാൻ പറ്റുമെന്ന്, അവരുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? സ്റ്റാഫ് റിട്ടൻഷൻ, സ്റ്റാഫിനെ നിലനിർത്താൻ പറ്റുന്നു. നല്ലൊരു മോട്ടിവേറ്റിംഗ് കെയറൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളെ നിലനിർത്തണം. അവര് വേറൊരു മീൻസ് വേറൊരു ജോബല്ല, വേറെ ഹോസ്പിറ്റലിൽ കയറി പോവുകയാണ്, അത്യാവശ്യം ട്രെയിനിങ്ങും അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ ആ സ്റ്റാഫുകൾ തുടരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ലാസ്റ്റ് വരെ നോക്കാം. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻറ്റീവ് സർവീസ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ലഭിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അറിയാവുന്ന എങ്ങനെയാണ് അറ്റൻറ്റീവ് സർവീസ്. അറ്റൻറ്റീവ് എന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയുള്ള ഒരു സേവനം, പേഷ്യന്റിന് നല്ലൊരു ശ്രദ്ധയുള്ള സേവനം നൽകണമെന്ന് അവർക്കറിയാം. അതുപോലെ പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ്, പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുള്ള സേവനം എങ്ങനെയാണെന്ന് അവർക്കറിയാം. ദാറ്റ് ഹെൽപ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്. ഇതെല്ലാം പേഷ്യന്റിന്റെ സംതൃപ്തിയെ കൂട്ടുന്നു, സംതൃപ്തിയുടെ സ്കോറിനെ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അതായത് സ്റ്റാഫുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് നമ്മള് പേഷ്യന്റ് ഫോക്കസ്ഡ് ആണ് ഒരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എങ്കിലും നമ്മൾ സ്റ്റാഫുകൾക്കും കൂടി കുറച്ച് പരിഗണന കൊടുക്കുക, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക, മോട്ടിവേഷൻസ് കൊടുക്കുക. സോ അവരുടെ അവരുടെ കഴിവുകളെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പേഷ്യൻസിന് നല്ലൊരു കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ പേഷ്യൻസിന്റെ സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റിയും എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറയിലും വായിക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റുകളെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ലൈഫിലുള്ള നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ നമ്മൾക്ക് അനുഭവിക്കുന്ന നമ്മൾ അനുഭവം മീൻസ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അനുഭവങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, മീൻസ് ഇതിനകത്ത് ചില വാക്കുകൾ കുറച്ച് കടുകട്ടി വേർഡ്സ് മീൻസ് ഒരു വളച്ചൊടിച്ചിട്ടേക്കുന്ന വേർഡുകളാണെന്ന് തന്നെ പറയാം. പക്ഷെ അതിലെ കൺസെപ്റ്റ് എന്താണോ അത് സിമ്പിൾ ആണ്, മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണോട്ടോ നിങ്ങള്. ഓക്കെ, വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്യാം. 2 പോയിന്റ് വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? 2 പോയിന്റ്. ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ് സ്റ്റാഫ് മൊറൈൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി, അല്ലെ, ഉത്പാദനക്ഷമത കൂട്ടാമെന്ന് നോക്കാം. Investing in training and software to make better the patient experience can also increase staff and provider productivity in the organization. അതായത് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, അല്ലെ, രോഗിയുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പരിശീലനത്തിലൂടെയും ട്രെയിനിങ്സിലൂടെയും മറ്റ് സോഫ്റ്റ്വെയറിലൂടെയും സ്ഥാപനത്തിലെ അവിടുത്തെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷന്റെയും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത്. എങ്ങനെയാണ് നോക്കാട്ടോ. ഫോർ എക്സാമ്പിൾ, ഇഫ് hospital executes secure online appointment scheduling and patient messaging, staff may spend as much 50% less time on phone with patients. അല്ലേ, അതായത് നമുക്ക് ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് ഡെവലപ്ഡ് ആണല്ലോ നമ്മള് ഓൾറെഡി. അപ്പോ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ഇതിനാൽ നമുക്ക് കൂടുതലും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് കൊണ്ടുവരാം. അതുപോലെ തന്നെ പേഷ്യന്റിന് മെസ്സേജുകൾ അയക്കാം, ഇമെയിൽസുകൾ അയക്കാം, അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗങ്ങളായിട്ട് ഇമെയിൽ ചെയ്ത് റിമൈൻഡർ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാം. ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാം. അല്ലെ, നമ്മൾ ഓൾറെഡി വിളിച്ചൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടോ, അപ്പൊ നമ്മള് ഫോൺ വിളിച്ചിട്ട് നമ്മള് ചീറ്റ് എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ അവര് ജസ്റ്റ് നമ്മളുടെ ടോക്കൺ നമ്പർ പറയും, ഇല്ലേ, പറയാറുണ്ട് അങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് ടോക്കൺ നമ്പർ പറയും, നമുക്ക് വന്നിട്ട് നമ്പറിന്റെ ടൈമിൽ ചെന്നാലും മതി. സോ ഇങ്ങനെ നമുക്ക് ഒരു 50% പേഷ്യൻസിനോട് സ്പെൻഡ് ചെയ്യാവുന്ന, അതായത് അത്രയും മതി. നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ കൂടുതലും ടൈം ഒന്നും വരുന്നില്ല, അല്ലെ, ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാം, അത്രയും ടൈം ആകുന്നുള്ളൂ. സോ കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അതിനാൽ സ്റ്റാഫുകൾക്ക് എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാനും സാധിക്കുന്നു. Then which allows us to run a learner officer, അല്ലെ. അപ്പൊ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന്, അതായത് ഇവിടെ പറയുന്നത് നമുക്ക് കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന്. അതായത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഇമെയിൽ വഴിയൊക്കെ ചെയ്യാം. സോ അത് പേഷ്യൻസിന് സ്റ്റാഫുകൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ടാസ്ക് കൂടി ചെയ്യാനുള്ള ഒരു ടൈം പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ലേ നമ്മള് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഇപ്പോൾ നോക്കുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ വരെ ഉണ്ട്, ഇല്ലേ, അവൈലബിൾ ആണ് ഇപ്പോ. മീൻസ് എല്ലാ ഹോസ്പിറ്റലിലും അല്ലാട്ടോ, മീൻസ് കുറച്ചും കൂടി ഒരു മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയല്ലേ ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ വരെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കൊണ്ടുവരാനാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഡിസൈഡ് when a hospital lessen the patient no show and late cancellation. Hospital have less dead time in scheduling and can maximize the patient time and related billing. എന്താണ് പറയുന്നത്? ഒന്നും മനസ്സിലായിട്ടില്ല, ഇതൊക്കെ അറിയാം. പേഷ്യന്റ് നോ ഷോ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് നോ ഷോ എന്ന് ഹോസ്പിറ്റൽ ലെസൺ കുറയ്ക്കുക എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാത്തത്, മീൻസ് രോഗികൾ ഉണ്ടാവുന്നത് സ്ഥിരം. അതുപോലെ തന്നെ ലേറ്റ് ക്യാൻസലേഷൻ, മീൻസ് ക്യാൻസലേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുത്ത എല്ലാ രോഗികളും തന്നെ വരുന്നുണ്ടെന്ന്, മീൻസ് അവർ ക്യാൻസൽ ചെയ്യുന്നില്ല. ക്യാൻസൽ ചെയ്യാതെ അപ്പോയിന്റ്മെന്റ് എടുത്ത എല്ലാ പേഷ്യന്റും തന്നെ വന്ന് ഡോക്ടറെ കാണുന്നു. സോ പേഷ്യൻസിന്റെ നോ ഷോ, കാണാത്തതില്ലാന്ന്, പേഷ്യന്റ് വരുന്നുണ്ടെന്ന്. ഹോസ്പിറ്റൽ ഹാവ് ലെസ് ഡെഡ് ടൈം, അതിനാൽ തന്നെ ഹോസ്പിറ്റലിന് അവിടെ ഡെഡ് ടൈം ഇല്ല, ഫുൾ ടൈം വർക്കിംഗ് ആണ്. കാരണം എന്താണ്? അപ്പോയിന്റ്മെന്റ് എടുത്ത എല്ലാ പേഷ്യൻസും ഓൾറെഡി വരുന്നുണ്ട്. സോ അവിടെ ഒരു ഡെഡ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല, ഫുൾ ടൈം പേഷ്യന്റ് വർക്കിംഗ് ആണ്. ഇൻ ഷെഡ്യൂളിംഗ് ആൻഡ് ക്യാൻ മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം, അല്ലെ, മാക്സിമം പേഷ്യന്റ് വരുന്നുണ്ട്. സോ അതനുസരിച്ച് റിലേറ്റിംഗ് ബില്ല്, പേഷ്യന്റ് വരുമ്പോൾ അതനുസരിച്ചിട്ട് എന്താണ്, പേഷ്യന്റ് ബില്ല് കിട്ടില്ലേ, അവർക്ക് പേയ്മെന്റ് കിട്ടില്ലേ, ഇത്ര പേഷ്യൻസ് വരുന്നു, അപ്പൊ അത്രയും പേഷ്യൻസിന്റെ പേയ്മെന്റ് ഹോസ്പിറ്റലിന് കിട്ടി, അല്ലെ. അപ്പൊ അതൊരു ബെനിഫിറ്റ് അല്ലേ, ഒരു പ്രൊഡക്ടിവിറ്റി ആണ് ഹോസ്പിറ്റലിന്. ഓക്കെ,
അപ്പൊ ഹയർ പ്രൊഡക്ടിവിറ്റിയിൽ ആ ഒരു കാര്യമാണ് പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അത് കൂടുതലും എക്സ്ട്രാ ടാസ്ക് സ്റ്റാഫിന് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്നു. അതുപോലെ തന്നെ എന്താണ്, അപ്പോയിന്റ്മെന്റ് ചെയ്ത എല്ലാ പേഷ്യന്റും തന്നെ ഡോക്ടറെ കാണാൻ വരുന്നുണ്ട്. അതിനാൽ അവിടെ ഒരു ഡെഡ് ടൈം ഇല്ല, ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ റിലേറ്റഡ് ടു ബില്ലിങ്, അവർക്ക് നല്ലൊരു ബില്ലിങ്ങും കാര്യങ്ങളും ഹോസ്പിറ്റലിന് ലഭിക്കുന്നു. ക്ലിയർ ആയോ? സെന്റൻസ് കുറച്ച് മനസ്സിലാകാത്ത രീതിയിലൊക്കെയാണെന്നുള്ളൂ, അതിനുള്ളിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഹയർ പ്രൊഡക്ടിവിറ്റി വായിക്കാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ്, റെപ്യൂട്ടേഷൻ. എന്താ റെപ്യൂട്ടേഷൻ മീനിങ്? റെപ്യൂട്ടേഷൻ മലയാളത്തിൽ എന്താ പറയാ? റെപ്യൂട്ടേഷനെ പ്രശസ്തി അല്ലെ? പ്രശസ്തി എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കാം. പ്രശസ്തി നോക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ് അല്ലെ? സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസിന് പല രീതിയിലും ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഫസ്റ്റ്, HCA HPS പേഷ്യൻ എക്സ്പീരിയൻസ് സർവേകളാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇത് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും ഒന്ന് എഴുതി വെക്കാം. അതിന്റെ ഒരു ചെറിയ ഫുൾ ഫോം ആയിട്ട് പറഞ്ഞോട്ടെ. ഹോസ്പിറ്റൽ consumer, hospital consumer, assessment of hospital consumer, assessment of healthcare providers and system hospital consumer, assessment of healthcare providers and system. Okay, ഇതൊരു patient experience സർവേകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം. Satisfied patients can improve your reputation in many ways. First, HCA HPS, hospital consumer, assessment of healthcare providers and system. Scores are public. ഇങ്ങനെയുള്ള ഒരു പബ്ലിക് പൊതുവായിട്ടുള്ള ഒരു സ്കോർ ആണെന്ന്. അതായത് നമ്മൾ ഈ സർവേകളൊക്കെ ചെയ്യില്ലേ അത്. Then specifically, so people can learn about the physicians, they can consult and make an informed choice and about their healthcare. അതായത് ഇങ്ങനെയുള്ള പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേകൾ പൊതുവായതിനാൽ ആ പേഷ്യൻസിന്, ആളുകൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്നു. റെപ്യൂട്ടേഷൻ ആരുടെയാണ് പ്രശസ്തി കൂടുന്നത്? ആരുടെ ആയിരിക്കും പ്രശസ്തി? ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പോ നമ്മള് മീൻസ് പേഷ്യന്റ് കൂടുമ്പോ അതിനർത്ഥം എന്താണ്? ഹോസ്പിറ്റല് നല്ലൊരു പേര് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അല്ലെ? അപ്പോ ഓൾറെഡി നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റിവ്യൂ ഒക്കെ നോക്കാറുണ്ട് അല്ലെ? അപ്പോഴും എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രശസ്തി കൂടുന്നത്
പേര് കേട്ട ഹോസ്പിറ്റൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, അത് അത്രയും നല്ല പേര് കേട്ട ഹോസ്പിറ്റൽ ആണ് ഇല്ലേ, പറയാറില്ല അങ്ങനെ. കുറച്ച് മൾട്ടി നല്ലൊരു വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി യുവർ എന്ന് പറഞ്ഞപ്പോ ഓക്കെ യുവർ അല്ലേ, ഓക്കെ നോക്കാം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പല രീതിയിലും ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേകള്. ഈ സർവേകള് പൊതുവായതിനാൽ, പബ്ലിക് ആണ്, പൊതുവായതിനാല് പേഷ്യൻസിന് പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദെയർ ഫിസിഷ്യൻസ്, ദേ ക്യാൻ കൺസൾട്ടന്റ് അല്ലെ, അതായത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്നു. അതായത് ഉപദേശങ്ങൾ നൽകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് സർവേ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മ അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റികൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നു. ആ ഒരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് സർവേയുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ, റിപ്പോർട്ടല്ല, നമ്മൾ ആ സർവേയുടെ ഒരു ഫീഡ്ബാക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട്, ദെൻ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു. സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ദിസ് ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻ. പോസിറ്റീവ് സ്കോർസ് ഓർഗനൈസേഷന്റെ നല്ല അട്രാക്റ്റീവ് ആണെന്ന്. പോസിറ്റീവ് സ്കോർസ് അല്ലെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ റിവ്യൂ അല്ലേ നോക്കുന്നത്, ആണോ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഫസ്റ്റ്ലി റിവ്യൂ നോക്കിയിട്ടല്ലേ സെലക്ട് ചെയ്യുക അല്ലെ. ഇപ്പൊ 5 സ്റ്റാർ ഒക്കെയാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്, മിനിമം 4 സ്റ്റാർ നോക്കും അല്ലെ. ദെൻ അത് പിക്ചറുകൾ നോക്കും, ഇത് വാങ്ങിച്ച പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരു പിക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടിയൊക്കെ നോക്കിയിട്ടേ നമ്മൾക്ക് തൃപ്തി വരുള്ളൂ അല്ലേ. അപ്പൊ പോസിറ്റീവ് സ്കോർസിനെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലും പോസിറ്റീവ് സ്കോർസ്, അതായത് സർവേയില്ല പോസിറ്റീവ് സ്കോർസുകൾ ആ ഓർഗനൈസേഷനെ മോർ അട്രാക്റ്റീവ് ആക്കുന്നു അല്ലെ. അതായത് അങ്ങനെ കണ്ടിട്ടായിരിക്കും ചിലപ്പോ പേഷ്യൻസുകൾ വരുന്നത്. റിവ്യൂ നോക്കും നമ്മൾ അല്ലെ, താഴെ പറയുന്നുണ്ട് കേട്ടോ, നോക്കാം. അഡീഷണലി hospital can utilize automated message to ask the patient for feedback after their appointments അല്ലെ. ഹോസ്പിറ്റല് ഓട്ടോമേറ്റഡ് മെസ്സേജ് സിസ്റ്റം ചെയ്യാവുന്ന, അതായത് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡോക്ടറിനെ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളുടെ ഫോണിലേക്ക് ചിലപ്പോ ഫീഡ്ബാക്കിനുള്ള മെസ്സേജുകൾ വരാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടാരെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഫീഡ്ബാക്ക്? ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വരുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, ഇനി എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ ഫീഡ്ബാക്ക് മെസ്സേജ് വരാറുണ്ടോ? ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ബാങ്കിൽ അവിടുത്തെ മീൻസ് ഇടപാടുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്, മീൻസ് അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തവരൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മെസ്സേജ് വരാറുണ്ട് ഇല്ലേ? ആരും ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. ഫീഡ്ബാക്കിന് വേണ്ടിയൊക്കെ വരില്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷവും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്കിനായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. Then some programs involve follow-up questions with easy to follow links. Ask contented patient to leave reviews on hospital, Google business profile or other platform. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായിട്ട് മറ്റു പല പ്രോഗ്രാംസുകൾ ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പ്രശസ്തി കൂട്ടാനായിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത്. അതായത് ഇപ്പൊ ഗൂഗിൾ ബിസിനസ് പ്ലാറ്റ്ഫോം, അതായത് നിങ്ങൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുക്കുക, അടിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ കിട്ടും എത്ര സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ റിവ്യൂ, പല ആളുകളുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതില് ഇല്ലേ. അടുത്ത ദിവസത്തെ വളരെ ടാസ്ക് ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ, അത് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ ക്ലാസ് വരുന്നത്. അപ്പൊ ഒന്ന് റിവ്യൂ മീൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ പേര് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ഹോസ്പിറ്റലോ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് പേര് അടിച്ചു കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് അതിന്റെ റിവ്യൂ വരുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും കേട്ടോ, അപ്പൊ പറഞ്ഞു തരണേ. ഓക്കെ ആണല്ലോ? നോക്കാണല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, ഗൂഗിൾ ബിസിനസ് ഒക്കെ പ്രൊഫൈലിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് വെബ്സൈറ്റുകൾ വഴിയൊക്കെ ഇത് നമുക്ക് അതിന്റെ പ്രശസ്തി മീൻസ് റേറ്റിംഗ് കൊടുക്കില്ലേ, ആ ഒരു സംഭവമാണ്. ആൻഡ് ഫൈനലി ഹാപ്പി പേഷ്യൻസ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഫൈനലി എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കും. When it comes to referrals, word of mouth is gold standard. എന്താ word of mouth ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത്? വേർഡ് ഓഫ് മൗത്ത് നമ്മൾ വായിക്കൊണ്ട് പറയില്ലേ നമ്മൾ മറ്റൊരാളോട്,
നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. സോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ്, ഒരു ചീപ്പ് റേറ്റില് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പിയോട് കൂടിയല്ലേ നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുക, ആണോ? ഞാൻ എന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഇത്ര റേറ്റ് ആയുള്ളൂ, പക്ഷെ പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു പറയുന്നതിലുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഈ കേൾക്കുന്ന വ്യക്തിക്കും നമ്മളുടെ ആ ഒരു പറച്ചിലൂടെ തന്നെ ഒന്ന് എങ്കിലും വാങ്ങിച്ചു നോക്കാം, എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നും ഇല്ലേ, ആണോ? ചിലർ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ, കുറച്ച് പൊക്കി പറയും, മീൻസ് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇംപ്രഷൻ കിട്ടും നമുക്ക് അപ്പൊ തന്നെ. അങ്ങനെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്വർണ്ണ എന്താ പറയാ, സ്വർണ്ണ നിലവാരത്തിന്റെ അത്ര ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. വേർഡ് ഓഫ് മൗത്ത്, നമ്മൾ വായിലൂടെ പറയില്ല ഒരാളോട് മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആയോ? വേർഡ് ഓഫ് മൗത്ത് എന്താണെന്ന് ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരോട്, നമ്മളുടെ ഒരു നല്ല അനുഭവത്തിന് നമ്മൾ ആ ഒരു ഫീലിങ്സോട് കൂടി തന്നെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റെപ്യൂട്ടേഷൻ ഇതെല്ലാം നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, ആണോ? ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, പുതിയൊരു പുതുമയില്ല അതില്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ റെപ്യൂട്ടേഷൻ. പിന്നെ ചില സെന്റൻസുകൾ വളച്ചൊടിച്ച് തന്നിരിക്കുന്നതെന്നുള്ളൂ, പക്ഷെ സിമ്പിൾ ആണ്, അർത്ഥം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, okay. Then last point നോക്കാം, better clinical outcomes for patients. അല്ലേ, മീൻസ് എന്താണ്, നല്ലൊരു ക്ലിനിക്കൽ ഔട്ട്കംസ് കൊടുക്കാതെ ചികിത്സാ ഫലം പേഷ്യൻസിന് നൽകുക. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കോംപ്ലിയന്റ്. അല്ലേ, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് അനുസരണയുള്ളവരായിരിക്കുന്നത്. എങ്ങനെ അനുസരണയുള്ളവരെന്ന് നോക്കാം കേട്ടോ. Which means they are more probable to get better or effectively manage chronic health issues. അല്ലേ, അതായത് വിട്ടുമാറാത്ത ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രോണിക് ഡിസീസസ്. എന്താ ക്രോണിക് ഡിസീസസ്? മീൻസ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത അസുഖങ്ങൾ അല്ലേ, ലോങ് ടേം ആണത്. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടോ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതായത് ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ സ്ഥിരം ആ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചായിരിക്കും അല്ലെ. Consequently, they feel better and like hospital treatment and care make a difference to their well-being and quality life. So, അവര് എന്ത് വിചാരിക്കുന്നു, ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ഉള്ള വ്യക്തികള് അവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അവർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കാം ആ ഒരു ഹോസ്പിറ്റലില്. സോ അവർക്കൊരു അവരുടെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളാണെന്ന് അവർക്കൊരു മീൻസ് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഇതുണ്ടാകുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെയല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. കുറെ നാളുകളായിട്ട് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ കുറച്ച് പ്രായമായവരൊക്കെ ആണെങ്കിൽ അവര് ആ ഒരു ഡോക്ടർ തന്നെയായിരിക്കും എപ്പോഴും അല്ലെ, സ്ഥിരമായിട്ടും ആ ഡോക്ടറെ പോയി കാണും, മെഡിസിന് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കും. സോ അവരിവിടെ പറയുന്നത് അങ്ങനെയുള്ള ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നവരായിരിക്കുന്നത്. സോ അവർക്ക് ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വസ്തതയും അതുപോലെ ഹോസ്പിറ്റല് നല്ലൊരു ബെറ്റർ ചികിത്സയാണ് തങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളൊരു തോന്നലും അവരിൽ ഉണ്ടാക്കുന്നു. Then this also leads them to remain loyal to the hospital. ഇത് അവർക്ക് ഹോസ്പിറ്റലുകളിലുള്ള ഒരു വിശ്വസ്തത കൂട്ടുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട്
കുറേ നാളുകളായിട്ട് ആ ഒരു ഹോസ്പിറ്റലും ആ ഒരു ഡോക്ടറിനെ തന്നെ ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം ഉണ്ടാകുന്നു. ആൻഡ് ഷോ ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകളും അവിടെ തന്നെയായിരിക്കും സ്ഥിരം എടുക്കുന്നത്. ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനഫിറ്റ്സ്. അപ്പൊ എന്താണ്, ഇതൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനഫിറ്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സംതൃപ്തി, രോഗിയുടെ ഒരു സംതൃപ്തിയാണ് അവിടെ ഉടലെടുക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക. നല്ലൊരു ചികിത്സ ലഭിക്കുന്നു എന്ന് അവർക്കൊരു വിശ്വാസം വരിക, അത്രയുള്ള ആ പോയിന്റിൽ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കാണുമ്പോൾ അവരിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കും, ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കുന്നു. അതായത് തങ്ങളുടെ അസുഖം മാറുന്നുണ്ട്, നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുന്നത് തോന്നല്ല, ആ ഒരു ഫീലിങ്സ് പേഷ്യന്റിൽ ഒഴിവാക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. ഓക്കെ, നമ്മളുടെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൽ, ഹയർ പ്രൊഡക്ടിവിറ്റി, റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബെനിഫിറ്റ്സ്. ഇനി നെക്സ്റ്റ് നോക്കാം. ways to improve patient satisfaction. വീണ്ടും രോഗിയുടെ സംതൃപ്തിയെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. How can patient satisfaction can be improved? എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന നോക്കാം. Highly effective strategies for enhancing patient satisfaction scores spins around creating an environment in which patients have a positive overall experience with all members of their medical team. രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ഫലപ്രദമായിട്ടുള്ള തന്ത്രങ്ങള് രോഗികൾക്കും അവരുടെ മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളുമായിട്ടും ഒരു നല്ലൊരു അനുഭവം സൃഷ്ടിക്കുക എന്നതാണ്. അതായത് സ്റ്റാഫുകളായിട്ടും നല്ലൊരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇനി അടുത്തത് പറയുന്നത് 8 creative ways to increase patient satisfaction. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ പേഷ്യന്റിന്റെ സംതൃപ്തി, അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള 8 മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻഷുർ ടൈംലി ഫോളോ അപ്സ്, അല്ലെ, അതായത് സമയബന്ധിതമായ ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് പേഷ്യൻസുകൾക്ക് നൽകുക. Focus on communication between providers and patients. പേഷ്യന്റും രോഗികളും അല്ലെങ്കിൽ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവാം, നഴ്സസ് ആകാം, അല്ലെ, നമുക്ക് മീൻസ് പ്രൊവൈഡർ, നമുക്ക് അവിടെ നിന്ന് ചികിത്സ നൽകുന്നവര്. സോ അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. രോഗികളുമായിട്ട് ഒരു സുതാര്യത നിലനിർത്തണം. അതായത് പരസ്പരം എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, റിക്വയർമെന്റ്സുകള്, അവ പരസ്പരം പറയാനായിട്ടൊക്കെ ഉള്ളൊരു ട്രാൻസ്പെറൻസി, ഒരു സുതാര്യമായിരിക്കണം. ഫോർത്ത് വൺ, പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. ഹ്രസ്വകാല കാത്തിരിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അതായത് വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക പരമാവധി.
ഡോക്ടറെ കാണാനോ മെഡിസിൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ചെക്കപ്പുകൾക്കോ എല്ലാത്തിലും പരമാവധി പെട്ടെന്ന് തന്നെ നടപ്പാക്കി കൊടുക്കുക. Fifth one, strive to implement a procedure to educate the patient about the treatment plans. അല്ലെ, അതായത് ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ ബോധവാന്മാരാക്കാൻ, സ്ട്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ബോധവാന്മാരാക്കാനുള്ള നടപടിക്രമങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ട്രീറ്റ്മെന്റ് ഇപ്പോ അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കേസുകളൊക്കെ വരാം അല്ലെ. അപ്പൊ അവരത് ബോധവാന്മാരാക്കുക. പേഷ്യന്റിന് അറിയില്ലല്ലോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. സോ അവരിലൊന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക. Then sixth one, utilize the feedback from patient to analyze the patient satisfaction metrics. സാങ്കേതിക പിന്തുണാ സംവിധാനങ്ങൾ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക, പിന്തുണാ സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കുക. അതായത് അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം സാങ്കേതിക പിന്തുണയിലെ ആണോ. ഡോക്ടറുടെ റൂമിലാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും, ലബോറട്ടറിയിൽ കമ്പ്യൂട്ടർ സിസ്റ്റം, ദെൻ ഫാർമസി, ഇതിനകത്ത് എല്ലാം നമ്മളുടെ റിസൾട്ടുകളും മറ്റും വരുന്നതും എല്ലാം എങ്ങനെയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാം. Then implement a technological support system for greater facility efficiency. അല്ലെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രേറ്റർ ഫെസിലിറ്റി ഏർപ്പാടാക്കുകയാണ്, ടെക്നോളജിക്കലി സപ്പോർട്ട് കൂടുതൽ പ്രയോജനപ്പെടുത്തുക. Then improve the facility environment and culture. ഒരു സൗകര്യങ്ങള്, ഫെസിലിറ്റികൾ, ഇംപ്രൂവ് ഫെസിലിറ്റി, ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ, ഫെസിലിറ്റികൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു സംസ്കാരം മെച്ചപ്പെടുത്തുക. ഓക്കെ, ഇതാണ് 8 ക്രിയേറ്റീവ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ രോഗിയുടെ സംതൃപ്തിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് വേസ്. ഓക്കെ, ഇത് വായിച്ചു നോക്കുക. 8 ക്രിയേറ്റീവ് വേസ് ആണ് പറയുന്നത്. 7th വൺ പറയുന്നത് ടെക്നോളജിക്കലി സപ്പോർട്ട് കൊണ്ടുവരാൻ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുതിയ പുതിയ മെത്തേഡുകളൊക്കെ കൊണ്ടുവരിക. ആറാമത് പറയുന്നത് യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യന്റ്, അനലൈസ് പേഷ്യന്റ്. അതായത് ഫീഡ്ബാക്ക് എടുക്കാൻ. നേരത്തെ ആ പോയിന്റ് ഞാൻ വിട്ടുപോയെന്നുള്ളത് അല്ലെ, പറഞ്ഞില്ലാന്ന് തോന്നുന്നത് അല്ലെ. അതായത് രോഗികളുടെ സംതൃപ്തിയുടെ മീൻസ് നമ്മൾ സർവേകളൊക്കെ നടത്തിയില്ലേ, സർവേകൾ നടത്താണ്, അതിലൂടെ ഫീഡ്ബാക്ക് എടുക്കാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ ടെക്നോളജിക്കലി ആയിട്ടാണ് പറഞ്ഞു പോയത്. ഫീഡ്ബാക്ക് എടുക്കുക. ഫീഡ്ബാക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സർവേകൾ നടത്തിയിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് വിശകലനം ചെയ്യാറ്. അത് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ പോരായ്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സർവേകൾ നടത്തി ഫീഡ്ബാക്ക് എടുക്കാറ്. ആ ഫീഡ്ബാക്കിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അനലൈസ് ചെയ്യുമ്പോൾ എവിടെയാണോ പോരായ്മ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെ. വായിച്ചു നോക്കിക്കോളൂ. ചില പോയിന്റ്സ് സെയിം ആണ്. ഏകദേശം എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെയിം ആണ് കേട്ടോ. എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാത്തിലും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കുക. ഫിഫ്ത് വൺ എന്താ പറയുന്നത്?
അതായത് ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ ബോധവാന്മാരാക്കാന്ന്. മീൻസ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുക. ട്രാൻസ്പെറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് പരസ്പരം പറയാനായിട്ടുള്ള ഒരു നമ്മൾ എന്താ പറയുക അവസരം കൊടുക്കാന്നൊക്കെ പറയില്ലേ. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിക്വയർമെന്റ്സോ മറ്റു ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം പറയാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? 8 പോയിന്റ്സ് നോക്കിയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതേ ഇംപ്രൂവ് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനുള്ള മാർഗങ്ങളാണ്. ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള മാർഗങ്ങൾ. അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 മാർഗങ്ങളാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. ഇനി ബാക്കി വരുന്ന എന്തെല്ലാം മാർഗങ്ങൾ എന്നാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് ഹെഡിങ് മാത്രം പറയാം കേട്ടോ. Develop rapport, then make it personal, educate the patient, ensure cleanliness, upgrade outdated system, be punctual, set expectations, go digital, decrease wait times, deliver patient focused care, encouraging lifelong learning. ഇനി കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ളത്. അപ്പൊ അതില് ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികളാണ് 8 പറയുന്നത്. ഇനി ബാക്കി വരുന്ന വേസ് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാന്നാണ് അടുത്തത് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇനി പോയിന്റ്സുകൾ അടുത്ത് വരാം. കേട്ട് ബോറായോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? റാപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മീൻസ് ഒരു ബന്ധം വികസിപ്പിക്കുകയാണ്. പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു ബന്ധം. ബന്ധം എന്നുള്ളൊരു മീനിങ് റിലേഷൻ എന്നൊക്കെ പറയില്ലേ, റിലേഷൻ കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് ഉറപ്പാക്കി വന്ന് തുടങ്ങി തോന്നണല്ലേ? ആണോ? കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഇനി എടുത്ത് കുറച്ച് ബോറാക്കണമെങ്കിൽ അധികം അടുത്ത ക്ലാസ്സിൽ ബാക്കി പോയിന്റ്സുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എടുത്തത്രയും ക്ലിയർ ആണോ? എടുത്തത്രയും ക്ലിയർ ആണെന്ന്? ഓക്കെ, 8 ക്രിയേറ്റീവ് വേസും അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കിയത് ബെനഫിറ്റും മാത്രമാണ് കേട്ടോ. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇനി കുറച്ച് പേർക്കൊക്കെ ബോറായി തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ എടുത്തത്രയും വായിക്കുക, നല്ലപോലെ വായിക്കുക. നിങ്ങൾ 2-3 പ്രാവശ്യം എഫേർട്ട് എടുത്ത് വായിച്ചാൽ മാത്രം അത് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. ദെൻ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് സെന്റൻസുകൾ കുറച്ച് വേർഡുകളൊക്കെ പുതിയ പുതിയ വേർഡുകളാണ്, മനസ്സിലാവാത്തതൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മുടേതായ രീതിയിലോട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ റിവ്യൂ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണ് റിവ്യൂ വരുന്നതെന്ന്. ഓക്കെ ആണല്ലോ? മറന്നിട്ടില്ല എല്ലാവരും? ഫ്രൈഡേ വരുമ്പോ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.